വാ തുറന്നാണിരുന്നത്. നാക്ക് വായും ചുണ്ടൊക്കെ ജീർണിച്ച ഒരു ഇതുണ്ട്. എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാവുന്നുള്ളത് കൊണ്ട് അത് ഗോപസ്വാമിയാണെന്ന് വ്യക്തമായി ഈ സ്ലാബ് തലയിലൊന്നും തട്ടാതെ തന്നെ ഇരുന്നു എന്നാണ് കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്നത്. എനിക്കൊരു 18 വർഷം ദൈവമായിട്ട് എനിക്ക് ബന്ധമുള്ള ആളാണ്. അദ്ദേഹം കിടക്കയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മുറിവും കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഈ മുഖത്ത് വായിൽ ഉണ്ടായ മാറ്റം മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. കഴുത്തിന് താഴെ ഭസ്മവും മറ്റ് സുഗന്ധദ്രവ്യം ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ മുഖം ചെറുതായിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുറത്തെന്ന് പറയുമ്പോൾ അപ്പോൾ വെള്ള ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ പട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ പട്ട് ധരിച്ചതായിട്ട് ഞാൻ കണ്ടു. അപ്പം ഈ സമാധി പൊളിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഭയങ്കര 2 ദിവസം വിവാദമായി നിൽക്കുന്നത്. അതെ, ഈ പൊളിക്കണം എന്ന് കോടതി പോലും പറഞ്ഞിട്ട് പോലും ഭയങ്കര വിഷയമായിരുന്ന സമയത്ത് ഇന്ന് രാവിലെ സമാധി പൊളിച്ചു. ഈ പൊളിക്കുന്ന സമയത്ത് അധികം ആരെയും അടുപ്പിച്ചിട്ടില്ല. പക്ഷെ ചേട്ടനടക്കം കുറച്ചു പേര് അടങ്ങുന്ന സ്ഥലത്തെ പ്രധാന ജനപ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ കല്ലറ പൊളിക്കുന്ന നേരിട്ട് കണ്ട ചേട്ടൻ എന്താണ് ശരിക്കും എങ്ങനെ പൊളിക്കുന്ന സമയത്ത് എന്താണ് കണ്ടത്? കല്ലറ പൊളിക്കുമ്പോൾ ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട RDO ഉദ്യോഗസ്ഥൻ, പോലീസ് ഓഫീസർമാർ, ഡോക്ടർമാർ, ഫിംഗർ പ്രിൻറ്റുകാർ, ജനപ്രതിനിധികളായ മുനിസിപ്പാലിറ്റിയിലെയും അതിയന്നൂർ പഞ്ചായത്തിൻ്റെയും ആൾക്കാരും ഈ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികളായ 2-3 പേരും ഉൾപ്പെടെയാണ് കാര്യങ്ങൾ അവിടെ നടത്തുന്നത്. ഈ ആദ്യം ഞാൻ ഉദ്ദേശം ഒരു 7-7:15 മണിയോടുകൂടിയാണ് അവിടെ എത്തുന്നത്. ഞങ്ങൾ ഈ സമാധിപ്പുരയുടെ അടുത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് നിന്നും ഇതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കും മണ്ണ് കവറിൽ ശേഖരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം ഈ കവറിൻ്റെ ചുറ്റുമുള്ള ചുറ്റളവ് കാര്യങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ തൊഴിലാളികൾ വെച്ചിട്ട് ഈ സ്ലാബ് ഇളക്കുന്നതിന് വേണ്ടിയുള്ള കമ്പി കൊണ്ട് പതുക്കെ സ്ലാബ് തട്ടി സ്ലാബിൻ്റെ 4 ചുറ്റും തട്ടിയതിന് ശേഷം ഈ ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളുമായി ഈ സ്ലാബ് എടുത്ത് മാറ്റി. ഈ സ്ലാബ് എടുത്ത് മാറ്റിയപ്പോൾ നോക്കിയപ്പോൾ ഈ ഗോപൻ സ്വാമി അതിനകത്തിരിക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ എത്തി നോക്കി. എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാവുന്നുള്ളത് കൊണ്ട് അത് ഗോപസ്വാമിയാണെന്ന് വ്യക്തമായി എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു. ഈ സ്ലാബ് തലയിലൊന്നും തട്ടാതെ തന്നെ ഇരുന്നു എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്നത്. പക്ഷേ എത്തി നോക്കുമ്പോഴേക്കും കഴുത്തിന് താഴെ ഭസ്മവും മറ്റ് സുഗന്ധദ്രവ്യം ഈ കർപ്പൂരത്തിൻ്റെ ഗന്ധം മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ, കാണാൻ കഴിഞ്ഞു. പക്ഷേ മുഖം ചെറുതായിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വാ തുറന്നാണിരുന്നത്. നാക്ക് വായും ചുണ്ടൊക്കെ ജീർണിച്ച ഒരു ഇതുണ്ട്. പക്ഷേ താഴോട്ടുള്ള കാര്യങ്ങൾ വേണ്ടപ്പെട്ട ആ സമയം ഉദ്യോഗസ്ഥന്മാർ കമ്പൊക്കെ കൊണ്ട് ടേപ്പ് കൊണ്ടും അളവെടുത്തു. അതിനുശേഷം ഫ്രണ്ട് പൊളിച്ചു. ഫ്രണ്ട് 2 സ്ലാബായിരുന്നു. ഇങ്ങനെ ഫ്രണ്ടിൽ 2 സ്ലാബ് ആണ്. ആ 2 സ്ലാബും ഇളക്കി മാറ്റിയതിന് ശേഷം ഈ ഭസ്മവും മറ്റെല്ലാം മോളീന് താഴോട്ട് മാറ്റി. അതിനുശേഷം വീണ്ടും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ ചുറ്റളവും കാര്യങ്ങളും അകലങ്ങളും ഇതൊക്കെ എടുത്തു. അതിനുശേഷം ഓരോ സൈഡായിട്ട് പൊളിച്ചു. അത് ചുടുകല്ലുകൊണ്ട് ഉള്ള കെട്ടായിരുന്നു. ഈ സൈഡിൽ പുറം മാത്രമാണ് പൂച്ചിയിരുന്നത്. അതിനുശേഷം ഈ ബോഡി സ്ട്രെച്ചർ കൊണ്ടുവന്നിട്ട് പതുക്കെ ഉദ്യോഗസ്ഥന്മാരും പോലീസും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തൂക്കി അതിനകത്ത് സ്ട്രെച്ചറിൽ വെച്ച് ടേബിളിൽ കിടത്തിയതിന് ശേഷം ഇൻക്വസ്റ്റ് നടത്തി. RDO ഉൾപ്പെടെ നിന്ന് പിന്നെ ഞങ്ങൾ ജനപ്രതിനിധികളെ നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസിൽ കയറ്റി ആണ് കൊണ്ടുപോയത്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്നോട് ഈ മക്കളോടൊന്ന് സംസാരിക്കണമെന്ന് പോലീസ് ഓഫീസർമാർ പറഞ്ഞതിൻ്റെ ഭാഗമായി ഞാൻ വീട്ടിൽ കയറി ഞാനും
ആ വാർഡിലെ കൗൺസിലറായ അജിതയും ആയിട്ട് സംസാരിച്ചു, മൂത്ത മകനുമായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ എതിർത്ത് നിന്നു. പിന്നീട് പോലീസ് ഓഫീസർമാരും ബഹുമാനപ്പെട്ട RDOയും വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോട് മറ്റ് വിരോധങ്ങളോ മറ്റൊന്നുമില്ല, ഭരണഘടനയുടെ നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തേ കഴിയുള്ളൂ, അതനുസരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും മൂത്ത മകൻ റിലാക്സ് ആകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അമ്മ അപ്പോഴേക്കും എതിർപ്പ് പറഞ്ഞുകൊണ്ടേ ഇരുന്നു. പിന്നെ ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിക്കാണും. ഞാൻ പുറത്തിറങ്ങി അപ്പോഴേക്കും എന്നെ മീഡിയക്കാരൊക്കെ വളഞ്ഞു. ഇതിനിടയ്ക്ക് മറ്റേ ബോഡി പോവുകയും ചെയ്തു. എന്നിട്ട് ഈ മകനെ ഉദ്യോഗസ്ഥർ അവരെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിരിക്കുകയാണ്. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ പുറത്തെന്ന് പറയുമ്പോൾ തുണി മൂടി പൊതിച്ചിരുന്നു, അതിൻ്റെ പുറത്ത് ആണ് ഈ ഭസ്മം. അപ്പോൾ വെള്ള ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ പട്ട് ആണ്. പിന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പം ഈ പട്ട് ധരിച്ചതായിട്ട് പട്ട് ധരിച്ചതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ ഒരു മുറിവും കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഈ മുഖത്ത് വായിൽ ഉണ്ടായ മാറ്റം മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. രുദ്രാക്ഷമാല ഉണ്ടായിരുന്നു, മാല ഉണ്ടായിരുന്നു, അങ്ങനെ തട്ടിയിട്ടില്ല. ഇല്ല, അല്ലാതെ തന്നെയാണ്. സ്രാവ് എടുക്കുമ്പോൾ തല തട്ടാതെ ഇരിക്കുന്ന ഇതിലാണ് കാണുന്നത്. ഞാൻ മുമ്പ് എനിക്കൊരു 18 വർഷത്തോളം ഇദ്ദേഹവുമായിട്ട് എനിക്ക് ബന്ധമുള്ള ആളാണ്. ഞാനുമായിട്ട് നല്ല രീതിയിൽ സൗഹൃദമായി സംസാരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷയങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഒരു 1.5 വർഷം കൊണ്ട് ഞാനങ്ങോട്ട് അങ്ങനെ ക്ഷേത്രമായിട്ട് പോകാറില്ല, ഞാൻ കാണാറുമില്ല. അദ്ദേഹം കിടക്കയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആളുകൾ പലതും പറയുന്നു. ഇദ്ദേഹം താമസിച്ചത് പ്ലാവള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇദ്ദേഹം ഒരു നെയ്ത്തുകാരനായിരുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിനിടയ്ക്ക് പല സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണോ അവിടെ നിന്ന് ഇവിടെ താമസം മാറി വന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ആറാലുംമുട്ടിൽ ആണ് താമസം മാറി വന്നത്. അതിന് ശേഷം ആ വീടൊക്കെ വിറ്റാണോ അല്ലേന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇന്ന് കാണുന്ന സ്ഥലം വാങ്ങിക്കുകയും ക്ഷേത്രം വയ്ക്കുകയൊക്കെ ചെയ്തത്. ഇന്നലെ മകനോട് സംസാരിച്ചു. മകൻ പറഞ്ഞിട്ട് ഇതൊരു കരുതിക്കൂട്ടിയുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വഴി കൊടുക്കുന്ന ഒരു മുസ്ലിം തമ്മിലുള്ള ഒരു പ്രശ്നമാണ് മകൻ അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള അത്. പിന്നെ ഈ മരണം സംഭവിച്ചു, അവിടെ ആരോടും ഈ മക്കൾ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിറ്റേ ദിവസം ഇവർ പോസ്റ്റർ പതിച്ചതിന് ശേഷമാണ് അവിടുത്തെ ആളുകൾ അറിയുന്നത്. അങ്ങനെ ഇവരെ വീടുകളിൽ പോകുമ്പോൾ അവർ എന്തൊക്കെയോ പറഞ്ഞു. അതനുസരിച്ച് മൂത്തവൻ ഒരു രീതിയിലും ഇളയവൻ മറ്റൊരു രീതിയിലും പറഞ്ഞതായിട്ട് വന്നപ്പോഴാണ് ഈ വിഷയങ്ങളായത്. പിന്നെ അവർ നോക്കുമ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും വരുമല്ലോ. അപ്പോൾ അവർക്ക് കൂടുതലും കാണുന്ന മുസ്ലിം പയ്യന്മാരെ അവർ കണ്ടിരിക്കും. അപ്പോൾ അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞതായിരിക്കും. അല്ലാതെ ഇവിടെ അങ്ങനെ ഒരു വർഗീയതയായിട്ടുള്ള യാതൊരു ഇതുമില്ല. ഈ പങ്കെടുത്ത എല്ലാവരും ഏതെങ്കിലും ഒക്കെ സാമൂഹ്യമായുള്ള പ്രവർത്തകരാണ്. രാഷ്ട്രീയം ഉള്ളവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പിന്നെ അത് ഒരു വർഗീയത്തിലേക്ക് പോകുന്ന രീതി വന്നു. അതെങ്ങനെയൊന്നും വന്നെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഒരു ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ മുന്നണി, BSDP ചന്ദ്രശേഖരൻ്റെ ഒരു പാർട്ടി, ഇങ്ങനെ പല ഇതും ഹിന്ദു. അപ്പം ഹിന്ദുക്കളാണല്ലോ ഈ പ്രദേശങ്ങളിലെവിടെയും കൂടുമ്പം ഏറ്റവും കൂടുതൽ. ഇതിനിടയ്ക്ക് മുദ്രാവാക്യം വിളിയും കാര്യങ്ങളും, ഇത് SDPക്കാർ തീവ്രവാദികൾ, മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു സംഭാഷണങ്ങളൊക്കെ വന്നു. ഞാൻ 3 ദിവസവും അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ മീഡിയയ്ക്ക് ഇതുവരെ ആരോടും സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടുത്തെ കൗൺസിലറല്ല, പിന്നെ ഇവിടെ ഒരു വനിതയാണ്, ആധികാരികമായി സംസാരിക്കേണ്ടത് അവരാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇന്നാണ് ഞാൻ ഈ വിഷയത്തിൽ പങ്കെടുത്തിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ സമാധിയാണോ അല്ലെങ്കിൽ ഇപ്പം മറ്റേ മരിക്കുന്നതിന് മുമ്പ് ഇതിനകത്തിട്ട് സ്ലാബ് അടച്ചാണെന്നൊക്കെ അതിലൊന്നും ഒരു ഇതും എനിക്കറിയില്ല. നമുക്ക് അങ്ങനെ സംശയിക്കാനുള്ള ഒരു ഇടയും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ നിയമപരമായി
അതിൻ്റെ ആന്തരിക അവയവങ്ങൾ നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇന്നലെ അവരെ കുടുംബക്കാർ പറഞ്ഞത് സമാധി പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളവരെ തീരുമാനം എന്തായിരിക്കും? അതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവർ തിരിച്ച് ബോഡി സ്വീകരിക്കും, അതറിയാൻ കഴിയില്ല. എന്തായാലും അവരുടെ വീട്ടിൽ നിന്നും മൂത്ത മകനെ കൂടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനി അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യത്തെ സംഭവം ഇത്തരത്തിലുള്ള സംഭവം ആദ്യ സംഭവമാണ്. സമാധിയൊക്കെ പലയിടത്തും ആയിട്ടുണ്ട്. അങ്ങനെ വൈദികരും പിന്നെ ഈ ബന്ധപ്പെട്ട പോലീസുകാരും ഒക്കെ വന്ന് കണ്ട് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റോടുകൂടി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കാലത്തും മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്തും സമാധി നടന്നിട്ടുണ്ട് എല്ലാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ മരണം അയൽവക്കക്കാരോടെയോ നാട്ടിൽ ബന്ധുക്കളോടെയൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ദുരൂഹമായ ഒരു വിഷയങ്ങളൊന്നും വരില്ലായിരുന്നു. വളരെ പിന്നെ ആചാരപരമായി ഈ എല്ലാ ആദരവോടുകൂടിയും ജനം അംഗീകരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ അങ്ങനെ ഒരു ജാതിയോ മതമോ അങ്ങനെ ഒരു വിദ്വേഷങ്ങളോ ഒന്നും ഈ അടുത്ത കാലത്തൊന്നും ഇല്ല. ഇപ്പോഴത്തെ തലമുറയൊന്നും അതിനോടുകൂടി യോജിക്കുന്നവരുമല്ല. പിന്നെ ഇങ്ങനെ എന്തോ ഇവരുടെ നേരത്തെ വല്ലതും അവർക്ക് അനുഭവം വന്നോ ഉണ്ടാകുന്നു. അവരിങ്ങനെ മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരുകൾ പറയുന്നുണ്ട്. നമ്മളൊന്നും അത്തരത്തിൽ ഇതൊന്നും വീഴാത്ത ആളുകളാണ്.